നീഷ് പെർഫ്യൂംസിലോട്ട് വരുമ്പോൾ സ്റ്റോറിൽ കണ്ടാലും നമുക്ക് ട്രൈ ചെയ്യാൻ വലിയ ആഗ്രഹമൊന്നും വരാത്ത പെർഫ്യൂം ബ്രാൻഡ്സ് ഉണ്ടാവും. ക്രീഡോർ, മേസൺ ഫ്രാൻസിസ്, കുക്ജാൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചാടി വീഴെങ്കിലും ഈ പേരൊക്കെ കേട്ടാൽ ചിലപ്പോൾ തിരിഞ്ഞു നോക്കാൻ ഒന്നും ചാൻസ് ഇല്ല. അങ്ങനെ ഒരു പേരാണ് അക്വാ ദി പാർമ. 1916 അവരുടെ ആദ്യത്തെ പെർഫ്യൂം മാർക്കറ്റിൽ വരുന്നത്, കൊളോണിയ എന്ന പേരിൽ. ഈ ബ്രാൻഡ് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ദേ ഡു റിയലി ഗുഡ് സിട്രസ് ബേസ്ഡ് സെൻസ്. വളരെ നാച്ചുറലായിട്ട് സ്മെല്ല് ചെയ്യുന്ന സൂത്തിങ് ആയിട്ടുള്ള സെൻറ്റുകൾ. കൊളോണിയ ഊദ് ആൻഡ് ലെതർ ഒക്കെ ഉണ്ട്, പക്ഷേ കുറേ സിട്രസ് ബേസ്ഡ് പെർഫ്യൂംസ് ഞാൻ കണ്ട്. എൻ്റെ കയ്യിൽ കുറേ സാമ്പിൾസ് ആണുള്ളത്. ദീസ് ആർ റിയലി ഗുഡ് ബ്രൈറ്റ് സെൻസ്. പക്ഷേ ഇത്രയും പൈസ കൊടുത്ത് ഇത് മേടിക്കണമെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. പിക്കോ ദി അമാൽഫി ഒരു ബ്യൂട്ടിഫുൾ സിട്രസ്, സ്ലൈറ്റ്ലി റൈൻഡി, അത് കുറച്ചൊരു ചവർപ്പൊക്കെ ഉള്ള സിട്രസ് ആണ്. പക്ഷേ അവിടെ ഇത്തിരി ഒരു ഫ്രൂട്ടിനെസ് ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് ടു സ്വീറ്റ്, സ്ലൈറ്റ്ലി ജ്യൂസി. അതുപോലെ തന്നെ യൂസു, ബ്യൂട്ടിഫുൾ സിട്രസ്, പക്ഷേ പെട്ടെന്ന് തന്നെ ഫ്ലോറൽസ് വരുന്നുണ്ട്. വളരെ യൂണിസെക്സ് ആയിട്ടുള്ളൊരു സെൻറ്റ്. പിന്നെ മിർത്തോ ദി പനറയ ലാ റിസർവ എന്ന ഈ ഒരു പെർഫ്യൂം ഭയങ്കര ഹെർബലാണ്. ഗ്രീൻ അറോമാറ്റിക് അക്കോർഡ്സ് ഒക്കെയാണ്. എനിക്ക് പെട്ടെന്ന് നല്ല പൂത്ത പേരക്കിലകളുടെ കൂടെ അല്പം സിട്രസും കൂടെ ചേർത്ത് പിടിച്ചാലുള്ളൊരു സ്മെല്ലൊക്കെ തോന്നി ഓപ്പണിങ്ങിൽ. പിന്നെ അങ്ങോട്ട് ഈ ഒരു ഹെർബൽ ഫീൽ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഓൾ ഓഫ് ദീസ് പെർഫ്യൂംസ്, ഈ മൂന്നെണ്ണവും ഭയങ്കരമായിട്ട് സമ്മർ എന്ന് സ്ക്രീം ചെയ്യുന്ന പെർഫ്യൂംസ് ആണ്. നിങ്ങൾ ഇതുപോലത്തെ ഏതെങ്കിലും ബ്രാൻഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻസിൽ ഷെയർ ചെയ്യുക.